ഡേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ, ഞാൻ ഓക്കെ. യെസ്, എക്സാക്ട്ലി. ഞാനത് പറയാൻ നിൽക്കുകയായിരുന്നു. നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? കളി മാറുകയാണ്, മാറ്റുകയാണ്. കാരണം മാറ്റിപ്പിടിക്കുമ്പോഴല്ലേ കാണാൻ രസം കൂടുന്നത്. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. ആഹാ, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. പേടകമൊന്നെടുത്ത് നമുക്കൊന്ന് ചന്ദ്രനിൽ പോയിറങ്ങാം. ചന്ദ്രനിൽ ചെന്നിറങ്ങി ഏൽസുമൊത്ത് പാറിപ്പറന്നു നിൽക്കാം. പാറിപ്പറന്നു നിൽക്കാൻ ചെല്ലപ്പന്റെ ഷാപ്പിൽ കയറി കുടിക്കാം. ചെല്ലപ്പൻ കണ്ടില്ലെങ്കിൽ ചെല്ലപ്പന്റെ ഡോക്ടറെ ലൈനടിക്കാം. കാശ്മീരിൽ നൈനിറ്റാളിൽ ലഞ്ച് കഴിച്ചു മടങ്ങിയിടാം. UK-യിൽ നൈറ്റ് ക്ലബിൽ ഡിന്നറിനായി പറന്നിടാം. വിളമ്പണ സായിപ്പ് പയ്യന് $1000 ടിപ്പ് കൊടുത്തിട്ട് കാലത്തെ ഫ്ലൈറ്റിൽ കുടുംബത്തു വന്നിട്ട് കട്ടൻ ടീ വാങ്ങി കിടന്നുറങ്ങാം. ചന്ദ്രിക തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. ചന്ദ്രിക തേടുന്നതെന്തിനോ. എന്തുവാണ് ഇത്? ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? എന്തുവായിരുന്നു ഇവിടെ ഒരു ലഹള? ലഹളയല്ലെന്നേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ദേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ മൂന്നിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ശല്യങ്ങൾ. പോയാ 3 കൊല്ലമായിട്ട് ഇയാള് ബിയോടി തന്നെ അല്ലേ? എല്ലാരും പോയിട്ട് ഇങ്ങേര് മാത്രം മാറിയിട്ടില്ലല്ലോ. ഇതാണ് കാരണം. ആഹാ, എന്നെ നമുക്ക് കാണിച്ചു കൊടുത്താലോ? കുലിനരേ, ഉദാത്തരേ, ഉറ്റതോഴരേ, ശുദ്ധമധ്യരേ, താഴെ വീണ കണ്ട് പല്ലിച്ച കൂട്ടരെ, ഏറ്റ തോൽവി കണ്ട് നോക്കി നിന്ന മൂകരെ, പെട്ട മാനഹാനി ആസ്വദിച്ച നീചരെ, തീർന്നു പോകുമെന്ന് മുൻവിധിച്ച മൂടരെ, ശക്തിയുള്ളവന്റെ കുട പിടിക്കും അൽപ്പരെ, കണ്ണുനീരിനൊപ്പ് കറിയിലിട്ട സ്വാർത്ഥരെ, മന്നി മാഞ്ഞു ഭൂതകാലം ഇന്നിവന്റെ ഊഴം, കൺതുറന്ന് കണ്ണിറച്ച് കാണുക മോണെ ചാട, പച്ചയായ ചാട, പുച്ഛമാണ് പോള, ഒന്നിടഞ്ഞു നോക്കണ ചാട, ചുറ്റുമെന്ന സൂയ, വലിയവർക്ക് പോലും ഇന്ന് ദുഃഖമാ ചാട, നടപ്പ് ചാട, ചിരിച്ചിരിപ്പ് ചാട, വരവ് രാജകീയമാ ചാട, നല്ലവന്റെ ചാട, നല്ല പോലെ നാട്ടിൽ നിന്ന് പാടുക. കണ്ണഞ്ചുന്നൊരു നാടുണ്ടെങ്ങ് കണ്ണാടിക്കല് പേരാണ്, അടിതട ചോടും വരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. മത്സരത്തിൻ നാളുറച്ചാൽ ഉത്സവത്തിൻ മേളമല്ലേ, ആള
അകമ്പടി ശിങ്കിടികൾ മുന്നൊരുക്കം പെരുതകൃതി. ഒന്ന് ഇറങ്ങി വാ, നടക്കങ്ങോട്ട്. എങ്കിൽ പിന്നെ സമയം കളയാൻ തുടങ്ങാം അല്ലേ സാർ? തുടങ്ങാം, ഞാൻ റെഡി. സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്. മനസ്സിലായില്ല. സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്. ഇതില് ഏതാണ് മനസ്സിലാവാത്തത്? ആദ്യം ക്യാമറ എവിടെ വെക്കണമെന്ന് പറയൂ. ക്യാമറ ഇവിടെ എന്തായാലും വെക്കണ്ട, കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. സ്റ്റോറി ബോർഡ് എവിടെ? സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അതെ. സ്ക്രിപ്റ്റ് എടുക്കാൻ മറന്നു. പിന്നെ എന്താ ഷൂട്ട് ചെയ്യേണ്ടത്? അതായത് ഒന്നുകിൽ ഇവന്മാർക്ക് ഭ്രാന്ത, അല്ലെങ്കിൽ ഫ്രോഡുകൾ. കൂടുതൽ വെച്ചോണ്ടിരിക്കാതെ ഓടിക്കുന്നതല്ല. ടോണി, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ കൂടെയുണ്ട്. വിൽ ബി റൈറ്റ് ബിസൈഡ് യു. നമസ്കാരം. നമസ്കാരം ടോണി, നമസ്കാരം. 150 വർഷത്തെ വലിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ അമരത്തേക്ക് വരാൻ ഭാഗ്യമുണ്ടായതിൽ ഞാൻ സർവേശ്വരനോടും അതിലുപരി ഓരോ പ്രവർത്തകയോടും കടപ്പെട്ടിരിക്കുന്നു. എന്നെ വിശ്വസിച്ച നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഉയിരും ഉടലും ഞാൻ സമർപ്പിക്കുന്നു. ഇതൊരു വലിയ ഉത്തരവാദിത്തം ആണ്. അയ്യേ, ഇവന് മലയാളം അറിഞ്ഞൂടാ? ഓ പിന്നെ, നമ്മുടെ ഹൈക്കമാൻഡിലുള്ളവരെ ഹിന്ദി മലയാളം പഠിച്ചിട്ടില്ല നേതാവായത്. കളഞ്ഞിട്ട് പോടെ. അഴകാന മീനെ വരും, വരുപോലെ ഓടി വരും, കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട. നീ കാണാതെ ഇന്ന് വരും ടോണിക്കുട്ട. ഇന്നെങ്കിൽ നാളെ വരും, നാളെങ്കിൽ മറ്റന്നാൾ വരും, എന്നെങ്കിലും എപ്പോഴും വരും ടോണിക്കുട്ട. വരും ടോണിക്കുട്ട. മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ ജോസ് പാറക്കയുടെ മകൻ ടോണി പാറക്ക നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് മുണ്ട് ഉടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല 2 തെറി പറയാനും അറിയാം. ചെറുപ്പം പുറത്ത് തള്ളി അല്ലേണ്ട.